കൊഴിഞ്ഞാമ്പാറയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡിൽ ഇവിടെയുള്ള ഈ കുഴിയിലാണ് ഇന്നലെ അപകടം സംഭവിച്ച് ഒരു സ്ത്രീക്ക് ദാരുണാന്ത്യം ഉണ്ടായത്. ഈ ഭാഗത്ത് നിരവധി കുഴികൾ സമാനമായ രീതിയിലുണ്ട്. നിരവധി അപകടങ്ങൾ എപ്പോഴും നടക്കാറുണ്ട്. നാട്ടുകാരൊക്കെ നിരവധി തവണ ഇത് ചൂണ്ടിക്കാട്ടിയെങ്കിലും ഒരു തരത്തിലുമുള്ള പരിഹാര നടപടിയിലേക്കും അധികൃതർ പോയില്ല എന്നുള്ളതാണ് ഈ അപകടം വീണ്ടും വരുത്തിവെച്ചത്. ഓരോ തവണയും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടാകുമ്പോൾ ഉടൻ പരിഹരിക്കാമെന്നുള്ളൊരു വാക്ക് പറഞ്ഞ് ആളുകൾ ഇവിടെ നിന്നും മടങ്ങുകയാണ്. ഇതൊരു തുടർക്കഥയാവുകയാണ്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ശക്തമായ ഒരു പ്രതിഷേധം നടക്കുകയാണ്. ഈ കുഴിയിൽ ഒരു വാഴ വെച്ചുകൊണ്ടാണ് ഇവർ ഈ പ്രതിഷേധം നടത്തുന്നത്. റോഡ് നേരത്തെ ഇവർ ഉപരോധിച്ചിരുന്നു. ഏതായാലും പോലീസുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സമരത്തിൽ നിന്നും ഇവർ പിന്മാറുകയും ചെയ്തത്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരന്തരം അപകടം ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. നിരവധി കുഴികളുണ്ട്. ഒരു തരത്തിലുമുള്ള ഒരു പരിഹാരത്തിലേക്ക് പോകുന്നില്ല. പരിഹാരം ഇന്ന് വരയ്ക്കും കിട്ടില്ല. ഇത് ഞങ്ങൾ 1 വർഷം 2 വർഷമായിട്ട് ഈ റോഡ് റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. ടെൻഡർ വെച്ചത് തന്നെ നമ്മുടെ ഭരണപക്ഷക്കാര് വലിയ പോസ്റ്റൊക്കെ അടിച്ച് എന്ന് ക്ലിയർ ആയിട്ട് ഞങ്ങളാണ് ഈ റോഡിന്റെ ഉത്തരവാദിത്വം പറഞ്ഞത്. ഇപ്പൊ ഇത്ര മരണങ്ങൾ 4-5 മരണങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇത് ആരും നേരാക്കാനോ ഇതിന്റെ ക്രെഡിറ്റ്, അതായത് ഈ വീണതിന്റെ ക്രെഡിറ്റ് ആര് ഏറ്റെടുക്കും? ഈ മരണപ്പെട്ട കുടുംബത്തിന് ഇതിന് സമാധാനം പറയേണ്ടത് മന്ത്രിയും അതുപോലെ ഇവിടെയുള്ള PWDയും കിഫ്ബി അധികൃതരാണ്. അതുപോലെ ഈ മരണത്തിന് ഉത്തരവാദി ഇതിനു മുമ്പ് EEക്കെതിരെ കേസെടുക്കണമെന്നാണ് കോൺഗ്രസ് കമ്മിറ്റി പറയുന്നത്. നിരവധി തവണ ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിയതാണ്. ഈ റോഡ് നിറയെ കുഴികളാണ്. അപ്പോൾ എപ്പോഴും ഒരു അപകടം ഇനിയും സംഭവിക്കാനുള്ള സാധ്യതയില്ല. ഇത് ഈ വാർഡിന്റെ മെമ്പറും കൂടിയാണ് ഞാൻ ഇപ്പൊ കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ. എന്റെ പേര് മുഹമ്മദ് നാസർ. ഏകദേശം ഒരു വർഷമായി ഈ പാച്ച് വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ടെൻഡർ കൊടുത്ത് PWD ഓഫീസിൽ ചോദിക്കുമ്പോൾ കിംഫിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ കിംഫി ചോദിക്കുമ്പോൾ ടെൻഡർ പൂർത്തീകരിച്ചു 3 ദിവസം പണി തുടങ്ങും പറയും. പക്ഷേ കുറെ 3 ദിവസങ്ങൾ കഴിഞ്ഞു പോയി, ഇനിയും പണി തുടങ്ങിയിട്ടില്ല. ടെൻഡർകാരൻ പറയുന്നത് പണിയെടുക്കാൻ പറ്റില്ല എന്ന സിറ്റുവേഷനിലാണ്. എന്തായാലും ഒരു മരണപ്പെട്ട നമ്മുടെ ജയന്തി പീറ്ററിനെ ഞങ്ങളെ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ അനുശോചനം പറയുന്നു. അതുകൂടാതെ ഇത് പാച്ച് വർക്കുകൾ ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം തുടങ്ങുമെന്നും കൂടി അറിയിക്കുന്നു. ഒരു കുടുംബത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അധികൃതരുടെ ഒരു അനാസ്ഥയാണ് ഈ ഒരു അപകടം വരുത്തിവെച്ചത് എന്നുള്ളതാണോ നിങ്ങളുടെ? തീർച്ചയായും. കാരണം ഞങ്ങൾ ഒരുപാട് സമരങ്ങൾ നടത്തി കഴിഞ്ഞു. ആർക്കും അറിയാത്തൊരവസ്ഥയേ അല്ല. സമരങ്ങൾ നടത്തുക, നിവേദനങ്ങൾ കൊടുക്കുക, എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടും അവര് ഇതിലൊക്കെ ഇടപെടാതിരിക്കുക എന്ന് പറയുമ്പോൾ അനാസ്ഥ തന്നെയാണ്. തീർച്ചയായും അനാസ്ഥയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ കിഴക്കൻ മേഖല എന്ന് പറയുന്നതിൽ ഒതുക്കപ്പെട്ട ഒരു അവസ്ഥ പോലെയാണ്. ഇവിടെ എല്ലാം സാധാരണപ്പെട്ട കൂലിപ്പണി എടുക്കുന്ന ഒരുപാടുള്ള ആൾക്കാരൊക്കെയാണ്. ഒരു 2 വീലർ മാത്രം സ്വന്തമായിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവരൊക്കെ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ അവർ വീട്ടിലേക്ക് നമ്മൾ ജീവനോട് തിരിച്ചെത്തുന്നില്ല എന്ന് പറയുമ്പോൾ അത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. തീർച്ചയായും അത് വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്. അതായത് നിരവധി തവണ ഇങ്ങനെ ഒരു അപകടം ഇവിടെ പതിയിരിക്കുന്നുണ്ട് എന്ന് അധികൃതർക്ക് മുന്നിൽ ചൂണ്ടിക്കാട്ടിയിട്ടും ഒരു തരത്തിലും പരിഹാരം കണ്ടെത്താൻ അധികൃതർ തയ്യാറായില്ല. അതാണ് ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത്. അപ്പോൾ അത് വലിയ പ്രതിഷേധം നാട്ടുകാർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും ഉടൻ തന്നെ ഈ വിഷയം പരിഹരിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക്, വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ് ഇവരുടെ നിലപാട്. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, പാലക്കാട്.